സംപൂജ്യരായ എല്ലാ കുടുംബാംഗങ്ങൾക്കും നിറഞ്ഞ മനസ്സോടെ നിറഞ്ഞ നന്മകൾ, ചിന്തകളും വീക്ഷണങ്ങളും ലക്ഷ്യവുമെല്ലാമുള്ള മനസ്സോടെ ഭാഗവത വിവരണത്തിലേക്ക് സുസ്വാഗതം. ധന്യമായ ഒരു അരമണിക്കൂർ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ചിന്തിക്കാനുള്ളതാണ്. വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ജീവിതത്തിൽ ശരിക്കും ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞതുപോലെ എല്ലാം ദ്വന്ദ്വമാണ്. എല്ലാം ദ്വന്ദ്വമാണ്. എന്താ ദ്വന്ദ്വം എന്ന് വെച്ചാൽ ഉയർച്ചയും താഴ്ചയും, ലാഭവും നഷ്ടവും, ചിരിയും കരച്ചിലും, വരവും പോക്കും, നല്ലത് പറയുന്നവരും ചീത്ത പറയുന്നവരും, അഭിനന്ദിക്കുന്നവരും അവഹേളിക്കുന്നവരും, ധാരാളം വ്യക്തികൾ, വളരെ വളരെ വലിയ വ്യക്തികളായവർ, പ്രസിദ്ധരായവർ, അവരുടെ എല്ലാം ചിലപ്പോൾ ആരംഭകാലം വളരെ ഗതികേടിൻ്റെ കാലമായിരിക്കും. ദാരിദ്ര്യത്തിൻ്റെയും ബുദ്ധിമുട്ടിൻ്റെയും പ്രശ്നങ്ങളുടെയും എല്ലാം കാലമായിരിക്കും. യഥാർത്ഥത്തിൽ ഇതാണ് ലോകം. ഞാൻ നമ്മളോട് പറയുന്നു, നിങ്ങളോട് പറയല്ല. നമ്മളുടെ ഒരു 550 വർഷം വിദേശ മുസ്ലിങ്ങളാണ് ഈ നാട് ഭരിച്ച് അവരൊക്കെ ഉണ്ടാക്കിയ സാമ്രാജ്യം, അടിവംശം, മുഗളവംശ സാമ്രാജ്യം. വെറുതെ ആ സാമ്രാജ്യത്തെക്കുറിച്ചൊക്കെ ചിന്തിച്ച് നോക്കാം. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഡൽഹിക്ക് പോവാണെങ്കിൽ അവിടെ ഔറംഗസീബിൻ്റെയൊക്കെ ആ കൊട്ടാരം കാണാം. അക്ബറാബാദിൽ പോയ അക്ബർ വിലസിയ പ്രദേശങ്ങളൊക്കെ കാണാം. ഷാജഹാനും ഹുമയൂണും ജഹാംഗീറും എല്ലാം വിലസിയ സ്ഥലത്ത് നിന്നുകൊണ്ട് കണ്ണടച്ചൊന്ന് ചിന്തിക്കുക. എന്തായിരുന്നു ഇവർ ഭരിച്ചിരുന്ന കാലത്ത്? കൊല്ലലും കൊള്ളിവെപ്പും എല്ലാം. അവർ നടന്നിരുന്ന ആ വലിയ വലിയ എന്താ പറയുക, കെട്ടിടത്തിലൂടെയാണ് നമ്മൾ നടക്കുക. അവർ കാൽപ്പാട് വെച്ചതിൽ കൂടെ നമ്മൾ കാൽപ്പാട് വെക്കുന്നുണ്ടാവും. ഇന്നതൊന്നുമില്ല. അത് പറയാനാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. ഇന്നതൊന്നുമില്ല. ലോഡി ഗാർഡനിൽ പോയാൽ ലോഡി വംശത്തിൽ എല്ലാവരുടെയും ഡെഡ് ബോഡി ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്ന കാണാം. ഹുമയൂൺ ടോംബിൽ പോയാൽ ഹുമയൂണിൻ്റെ കാണാൻ സാധിക്കും. അക്ബറാബാദിൽ പോയാൽ അക്ബറുമായി ബന്ധപ്പെട്ട കുറേ പേരുടെ ശവകുടീരം കാണാം. നിങ്ങൾ ഡൽഹി മുഴുവനും പോയി നോക്കുക. നമ്മളെയൊക്കെ സ്കൂളിൽ തെറ്റായിട്ട്, വളരെ മോശമായിട്ട് തെറ്റായിട്ട് ഈ കടന്നാക്രമിച്ച, ഹീനകൃത്യം ചെയ്ത ക്രൂരരായ വ്യക്തികളുടെ ഇല്ലാത്ത നന്മകൾ നമ്മളെ പഠിപ്പിച്ചപ്പോൾ അവരെല്ലാം എന്തൊക്കെയോ ആണെന്ന് നമ്മൾ ധരിച്ചു. പക്ഷെ അവരുടെയൊക്കെ ഡെഡ് ബോഡി അവിടെ ഇങ്ങനെ വെച്ചിരിക്കുന്നത് കാണാം നമ്മുടെ ഒരു അറകൾക്കുള്ളിൽ. അതെങ്ങാനും നമ്മൾ മഴു ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ പിക്കാസ് ഉപയോഗിച്ചിട്ടോ ഒന്ന് ആ ടോംബൊക്കെ മാറ്റിയിട്ട് നോക്കിയാൽ അവരുടെ എല്ലാം അസ്ഥി കൂടെ കാണാം. എന്താ ജീവിതം അല്ലേ? എന്തൊരു ജീവിതം! അസ്ഥികൂടം 500 വർഷം, 520 വർഷം, 550 വർഷം, 570 വർഷം, 600 വർഷം, 620, 630, 640, 650, 700 വർഷങ്ങൾക്ക് മുമ്പ്, 800 വർഷങ്ങൾക്ക് മുമ്പൊക്കെ ജീവിച്ചിരുന്നവരുടെ കാണാൻ സാധിക്കും. ശരിക്ക് ബാമിനി രാജവംശത്തിൻ്റെ, അതുപോലെ തന്നെ കാക്കതീയ രാജവംശം, ആന്ധ്രയിലും വാണരുളിയ രാജവംശം, അതുപോലെ ചോള, ചേര, പാണ്ഡ്യരുടെയൊക്കെ അവരുടെ ഡെഡ് ബോഡികളൊന്നുമില്ല, ഒക്കെ കത്തിച്ച് കളഞ്ഞിരിക്കുന്നതല്ലേ. അവരൊക്കെ ഉണ്ടാക്കിയ ക്ഷേത്രങ്ങൾ വെറുതെ നിങ്ങൾ കാണുമ്പോഴത്തേക്ക് കൈകൂപ്പി ചിന്തിക്കുക, എൻ്റെ ഈശ്വര, ഇതൊക്കെ നിർമ്മിച്ചിരുന്ന രാജാതിരാജന്മാർ, സുൽത്താൻമാർ, ഷെയ്ഖുമാർ, അവരുടെയൊക്കെ അവസ്ഥ എന്താ? എല്ലാവരും കാലയവനികയ്ക്കുള്ളിലേക്ക് മറഞ്ഞുപോയി. എല്ലാവരും പോയി. അവശിഷ്ടങ്ങൾ പോലും പലതും ഇല്ല. ശരിക്കും ഔറംഗസീബിനെയൊക്കെ കൊന്ന ആ ശിവജി വന്ന ആ കൊട്ടാരം മാതിരിയുള്ളത് ഇപ്പോഴും അതേപോലെയുണ്ട്. ഔറംഗസീബ് ഇരുന്നത്, ശിവജി വന്നത്, അതേപോലെ സൂക്ഷിച്ചിട്ടുണ്ട് എല്ലാം. ടിപ്പു സുൽത്താൻ്റെ കൊട്ടാരം കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഒന്നും ആരുമില്ല. റോഡ് സൈഡിലും സൈഡിലൊക്കെ കുറേ പട്ടികളുണ്ട്, അത്രയേ ഉള്ളൂ, വേറെ ആരുമില്ല.
എന്തിനാ ഇത് ഭാഗവതം വായിക്കുന്നതിന് മുമ്പ് പറഞ്ഞത്? ഇതാണ് ജീവിതം, ഇതാണ് ലോകം. മുടിചൂടാ മന്നന്മാരായി ഭരിച്ചിരുന്ന പാണ്ഡവര്, അതിനു മുമ്പ് ഭരിച്ചിരുന്ന കൗരവര് എല്ലാം മണ്ണടിഞ്ഞു, എല്ലാവരും മൺമറഞ്ഞു. പാണ്ഡവര് വന്നു, അവർ രാജ്യസിംഹാസനം ഭരിച്ചു, രാജ്യം ഗംഭീരമായി. പിന്നെ അവരും പോയി. അതാണ് സത്യം, അത് ശാശ്വത സത്യം. ഭരിച്ചത് കുറച്ചു കാലം, ഭരിച്ചതിന് ശേഷം അവർ മൺമറഞ്ഞിട്ട് നൂറ്റാണ്ടുകൾ, ആയിരത്താണ്ടുകൾ, പതിനായിരത്താണ്ടുകൾ മരിച്ചതിന് ശേഷം. അത് സുദീർഘമാണ്. നിലനിൽക്കുന്നത് കുറച്ചു കാലം, നിലനിന്നതിന് ശേഷം അവർ പോയതിന് ശേഷം അനന്തകാലം. എൻ്റെയും നിങ്ങളുടെയൊക്കെ അവസ്ഥ ഇതാണ്. മരണത്തെ ഓർമ്മിപ്പിക്കാനോ മരണത്തെക്കുറിച്ച് ചിന്തിച്ച് തളരാനോ അല്ല, മരണമുണ്ടെന്ന് ഓർമ്മിക്കാത്തതാണ് ഇന്ന് കേരളത്തിലെ അനവധി വ്യക്തികൾക്ക് പറ്റിയിരിക്കുന്ന അബദ്ധങ്ങൾ. അനവധി വ്യക്തികൾക്ക്. സുഗതകുമാരി പോയില്ലേ, രമേശൻ നായർ പോയില്ലേ, നമ്മളുടെയൊക്കെ ഹൃദയത്തിനകത്ത് കയറിയുന്ന SP ബാലസുബ്രഹ്മണ്യം പോയില്ലേ? നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഈ അടുത്ത കാലത്ത് നെടുമുടി വേണു പോയില്ലേ? എല്ലാവരും പോയി. കുറച്ച് ദിവസത്തേക്ക് ആരെങ്കിലൊക്കെ ഓർമ്മിക്കും, അത് കഴിഞ്ഞാൽ ആരും ഓർമ്മിക്കില്ല. അതാണ് പാണ്ഡവര്. അവർക്ക് പെട്ടെന്ന് തിരിച്ചറിഞ്ഞു. കാരണം ഇതൊന്നും ഒരു പ്രധാനപ്പെട്ട കാര്യമല്ല. അതാദ്യം തിരിച്ചറിഞ്ഞത് ധർമ്മബോധമുള്ള ധർമ്മപുത്രരാണ്. ശരിക്കും അദ്ദേഹം ഒരു ഭ്രാന്തനെ പോലെയായി എന്നാ പറയുന്നത്, അല്ലേ? തലമുടിയൊക്കെ പാറിക്കൊണ്ട് എല്ലാം വലിച്ചെറിഞ്ഞ് മരവുരി ഉടുത്ത് ആരോടും ഒന്നും ചോദിക്കാനൊന്നും നിന്നില്ല. ഞാൻ പോവാണ്, ദാറ്റ്സ് ഓൾ. ബാക്കിയുള്ളവരെ അനുഗമിച്ചു. ഇതൊന്നും നമ്മൾ ചെയ്യാൻ പോണില്ല, ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ എന്തിനാ ഭാഗവതത്തിൽ ഇതൊക്കെ പറഞ്ഞത്? ഇതാണ് മനുഷ്യന്റെ അവസ്ഥ. ഇതിൽ നിന്ന് കുറച്ച് അഡീഷനും ഡെലീഷനും മോഡിഫിക്കേഷനും വരുത്തിയാൽ, കറക്ഷൻ വരുത്തേണ്ട, കുറച്ച് അഡീഷനും. നരസിംഹറാവു എന്ന പ്രധാനമന്ത്രി സെക്യൂരിറ്റി ഇല്ലാതെ ന്യൂയോർക്കിലെ റോഡിലൂടെ നടന്ന മനുഷ്യനാണ്. ആ മനുഷ്യന്റെ മരണക്കാഴ്ച കണ്ടാൽ നമ്മളൊക്കെ ഞെട്ടിപ്പോകും. യഥാർത്ഥത്തിൽ ഞെട്ടിപ്പോകും. അസ്ഥികൂടമായിട്ട് മാതിരി ആയതാണ് മരണം എന്ന് പറയുന്നത്. ഇന്നലെ അവിചാരിതമായിട്ട് നമ്മളുടെ ലാൽ ബഹദൂർ ശാസ്ത്രി മരിച്ചു കിടന്ന, എനിക്ക് തോന്നുന്നു താഷ്കണ്ടിലെയാണെന്ന് തോന്നുന്നു, ആ മുറിയുടെ വീഡിയോ ഇന്നലെ കണ്ടു. ഇതൊക്കെയാണ് ജീവിതം. പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഡോക്ടർ APJ അബ്ദുൽ കലാം താഴെ വീണു, തീർന്നു. ഞാൻ മരണത്തെക്കുറിച്ച് കൂടുതൽ ഓർമ്മിപ്പിക്കാൻ കാരണം, നമ്മൾ മുമ്പോട്ടുള്ള പ്രയാണത്തിൽ നമുക്ക് ശരിക്കും ശക്തി പകരുന്നത് നമ്മളുടെ ജീവിതം കുറച്ചേ ഉള്ളൂ എന്ന് ഓർമ്മിപ്പിക്കുമ്പോഴാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. കാരണം നമ്മളൊരു 20, 25, 30 വയസ്സായിരുന്നെങ്കിൽ ഇനിയുണ്ടല്ലോ ഒരു 50, 55 വയസ്സെന്ന് പറയാം. പക്ഷേ നമ്മൾ 50, 60, 65, 70 എത്തിയാൽ പിന്നെ എത്ര വയസ്സുണ്ട് മുമ്പിൽ? കൂടി വന്നാൽ 5, ചിലപ്പോൾ 6, ചിലപ്പോൾ 10, ചിലപ്പോൾ 15. അതും ശരീരത്തിന് വലിയ ബലമൊന്നും ഇല്ലാത്ത തളരാൻ പോകുന്ന കാലഘട്ടം അല്ലേ? അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഉള്ള സമയം കൊണ്ട് സാധിക്കുന്നിടത്തോളം എല്ലാം പ്രവർത്തിക്കുക. നമ്മൾ എത്ര വലിയവനാണെങ്കിലും തളരും. അതാണ് പാണ്ഡവർ നമ്മളെ കാണിച്ചു തന്നത്. ആ പാണ്ഡവർ തന്നെ അവരുടെ പൂർവ്വകാലത്തെക്കുറിച്ച് ചിന്തിക്കുകയാണെന്ന് വിചാരിക്കുക. എന്തായിരിക്കും അല്ലേ? ഇനി നമുക്ക് പരീക്ഷത്തിനെ കുറിച്ചിട്ട് പഠിക്കാം. വില്ലാളി വീരനും വീരശൂര പരാക്രമിയും പരീക്ഷണങ്ങളെല്ലാം കടന്നു വന്ന വ്യക്തിയാണ് പരീക്ഷിത്ത്. പേര് തന്നെ അങ്ങനെയാണ്. ഗുണസമ്പന്നനായ പരീക്ഷിത്ത് അതിസമർത്ഥമായിട്ട് രാജ്യഭാരം ആരംഭിച്ചു. അറിയാം നമുക്ക്, പാണ്ഡവന്റെ പൗത്രനാണ്. ഗംഭീരമായിട്ട് രാജ്യഭാരം. തൻ്റെ ദിഗ്വിജയ കാലത്ത് അദ്ദേഹം കലിയെ കീഴടക്കി നിയന്ത്രിച്ചു. ഒറ്റ അർത്ഥമാണ് അതിന്. കലിയെ കീഴടക്കി എന്ന് പറഞ്ഞാൽ ജനങ്ങളെ കലി ബാധിച്ചാൽ എങ്ങനെ പെരുമാറുമോ, എന്ത് ലക്ഷ്യം വെക്കുമോ, എന്ത് മാർഗം സ്വീകരിക്കുമോ, എന്തെല്ലാം തിന്മകൾ ചെയ്യുമോ, അതിനെയൊക്കെ ശരിക്കും അങ്ങോട്ട് പാണ്ഡവരുടെ ധാർമ്മിക മൂല്യങ്ങളെ അക്ഷരാർത്ഥത്തിൽ പ്രായോഗികമാക്കിയിട്ട് ജനങ്ങളെ തിന്മകൾ ചെയ്യാൻ അനുവദിച്ചതേ ഇല്ല. അതാണ് അർത്ഥം. എന്ത് ഗംഭീര അർത്ഥം നോക്കാം. കലിയെ കീഴടക്കി നിയന്ത്രിച്ചു. ദിഗ്വിജയ യാത്രക്കിടയിൽ അദ്ദേഹം അതിശയിപ്പിക്കുന്ന ഒരു കാഴ്ച കണ്ടു.
അർത്ഥം മനസ്സിലായല്ലോ? ദിഗ്വിജയ യാത്രയ്ക്കുള്ളില് ഇടയ്ക്ക് കണ്ടു രാജവേഷം ധരിച്ച ഇതൊരു സിമ്പിളാണ് കേട്ടോ. ഇതൊരു സിമ്പിളാണെന്ന് മനസ്സിലാക്കിയില്ലെങ്കിൽ ഭാഗവതം തന്നെ അടി തെറ്റും. നമുക്ക് ഒരു വലിയ സിമ്പിളാണ്. ഫോർബിഡൻ സിറ്റി എന്ന് പറഞ്ഞ ടിയാനൻമെൻ സ്ക്വയർ, ചൈനയിലെ ടിയാനൻമെൻ സ്ക്വയർ നടുക്കാണ്. അതിൻ്റെ ഇടത് സൈഡിൽ മാവോ സെത്തുങ്ങിൻ്റെ ഡെഡ് ബോഡി ഉണ്ട്. അതിൻ്റെ വലത് സൈഡിലാണ് ഫോർബിഡൻ സിറ്റി. അതിൻ്റെ മുമ്പിലാണ് ചൈനയുടെ പോളിറ്റ് ബ്യൂറോയുടെ. അതിൻ്റെ പുറകിൽ നമ്മുടെ റോഡുകളും ബാക്കിയുള്ളതെല്ലാം. അതിൽ ആ ഫോർബിഡൻ സിറ്റി എന്ന് പറയുന്നതിനകത്തേക്ക് പോകുമ്പോൾ 16 വാതിലുകൾ ഉണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. 16 അതെ 16 അവിടെയെല്ലാം വലിയ വലിയ എംബ്ലം വെച്ചിട്ടുണ്ട്. പുലി, സിംഹം, അതിനൊക്കെ ഓരോ അർത്ഥമുണ്ട്. അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയാലേ നമുക്ക് ആ ഫോർബിഡൻ സിറ്റിയിലൂടെ പോകുമ്പോഴത്തേക്കും നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവും. പണ്ടത്തെ രാജകീയ കൊട്ടാരത്തിൻ്റെ മുമ്പിലൊക്കെ ഇപ്രകാരം വെച്ചിരുന്നു. ആ സിമ്പിളെല്ലാം ഏത് രീതിയിലാണെന്ന് ചോദിച്ചാൽ വയലിൽ കണ്ണ് വീഴാതിരിക്കാൻ, പുതിയ കെട്ടിടത്തിന് കണ്ണ് വീഴാതിരിക്കാൻ, പുതിയ കൃഷിക്കൊക്കെ കണ്ണ് വീഴാതിരിക്കാൻ നമ്മൾ കോലം വെക്കുന്ന മാതിരിയാണ് എന്ന് കൂടി ഒന്ന് ചിന്തിച്ചാൽ നന്നായിരിക്കും. ആ കോലത്തിൽ നിന്ന് ശ്രദ്ധ മറ്റൊന്നിലേക്ക്, ഇതിലേക്ക് ശ്രദ്ധ വരാതെ കണ്ണ് വീഴാതെ കോലത്തിലേക്ക് പോകണം. അപ്പോൾ നോക്കുക, രാജവേഷം ധരിച്ച ഒരാള് ഗോമിഥുനത്തെ, ഒരു കാള, ഒരു പശു രാജവേഷം ധരിച്ചിട്ടുണ്ട്. അയാൾ മർദ്ദിച്ച് ഉപദ്രവിക്കുന്നതായിട്ടാണ് ഇദ്ദേഹം കണ്ടത്. ഒരു സിമ്പിളാണത്, ഒരു വലിയ സന്ദേശം പകരുന്നതാണ്. അപ്പോൾ ഓർമ്മിക്കുക, ഒരു പശു, ഒരു കാള, അതിനെ രാജവേഷം ധരിച്ച ഒരാൾ മർദ്ദിക്കുന്നതായിട്ട് കണ്ടത് താമരവലയം പോലെ വെളുത്ത മൃദുവായ ശരീരത്തോടു കൂടിയ ഒരു കാളയെ നൃപവേഷം ധരിച്ച ആ വ്യക്തി വടികൊണ്ട് അടിച്ച് ഉപദ്രവിക്കുന്നു. അർത്ഥം മനസ്സിലായല്ലോ? ഉപദ്രവിക്കുന്നു. ഒരു കാല് മാത്രമേ ഉള്ളൂ ആ കാളയ്ക്ക്. അതാണ് ഇമ്പോർട്ടൻ്റ്. എത്ര ഭംഗിയായിട്ടാണ് ഭാഗവതത്തെ നമ്മുടെ ശ്രീശുക ബ്രഹ്മർഷിയും വേദവ്യാസനും അത് വിവരിച്ച സൂതനും ഒരു കാലുള്ള കാള. നമുക്ക് എന്ത് ചിന്തിക്കാൻ സാധിക്കും? അർത്ഥം പിന്നീട് വരുന്നുണ്ട്. അപ്പോൾ ഇത് മറക്കരുത്. വലിയ ഒരു സന്ദേശം പകരാൻ നമുക്ക് തന്നിരിക്കുന്നതാണ്. ഭയന്ന് വിറച്ച് ആ കാള മൂത്രമൊഴിക്കുന്നത് കണ്ടു. അടുത്തായി ദീനയായ ഒരു പശു കണ്ണുനീർ വാർത്തുകൊണ്ട് വിവശയായി നിൽക്കുന്നു. അതൊരു സിമ്പിളാണ്. നിങ്ങൾ ദൂരെ മാറി നിന്ന ആ പശു, അതിനും ഒരു കാലേ ഉള്ളൂ, കണ്ണുനീർ വാർത്തുകൊണ്ട് നിൽക്കുന്നു. കാള, അതിനും ഒരു കാലേ ഉള്ളൂ, അതിനെ തല്ലുകയാണ്. ഒരാൾ രാജവേഷം ധരിച്ച ഒരു നീചൻ തല്ലുന്നു. അടുത്ത നിൽക്കുന്നു. ഈ കാഴ്ച കണ്ട് വിസ്മയാവിഷ്ടനായ പരീക്ഷിത്ത് മഹാരാജാവ് ഇടിമുഴങ്ങുന്ന ശബ്ദത്തിൽ ആ ക്രൂരനായ വ്യക്തിയോട് ഇങ്ങനെ ചോദിച്ചു, നീ ആരാണ്? അർജുന പൗത്രനായ പരീക്ഷിത്ത് രാജ്യം ഭരിക്കുമ്പോൾ പാവപ്പെട്ടവരെ പരിതപിപ്പിക്കുന്ന നിന്നെ ഉടൻ ഞാൻ വധിക്കുന്നുണ്ട്, യമലോകത്തേക്ക് യാത്ര അയക്കുന്നുണ്ട്. അതായത് പരീക്ഷിത്ത് രാജാവ് ഭരിക്കുന്ന ഈ രാജ്യത്തിനകത്ത് ഈ തിന്മകൾ ഒരിക്കലും അനുവദിക്കില്ല, നിന്നെ ഞാനിപ്പോൾ വധിക്കുന്നുണ്ട് എന്ന് പറയും. തുടർന്ന് അദ്ദേഹം അടികൊണ്ട് തളർന്ന് നിൽക്കുന്ന കാളയെയും വിവശയായി നിൽക്കുന്ന പശുവിനെയും അഭിമുഖീകരിച്ച് ഇങ്ങനെ ചോദിച്ചു. ഓർമ്മിക്കുക, നമ്മുടെ പാണ്ഡവർക്കും കൗരവർക്കൊക്കെ നല്ലോണം അറിയാമായിരുന്നു. കാളയും മലയാളത്തിലോ സംസ്കൃതത്തിലോ ചോദിച്ചാൽ ഉത്തരം പറയില്ല, പശുവും മലയാളത്തിലോ സംസ്കൃതത്തിലോ ഏത് ഭാഷയിലും ചോദിച്ചാൽ ഉത്തരം പറയില്ലെന്നറിയാമായിരുന്നു. എന്നാലും ചോദിച്ചു. എന്താ അതിൻ്റെ അർത്ഥം? ഒരു വലിയ നാടകീയ ഭാവം, ഒരു വലിയ സംഭവം അവിടെ ഉള്ളത് നമ്മുടെ മുമ്പിൽ മനസ്സിൽ ഒരിക്കലും മായാത്ത വിധത്തിൽ ഒരു കാലുള്ള കാള ഒരു കാലുള്ള പശുവിനെ ഉപദ്രവിക്കുന്നത് കണ്ട് അവരോട് ചോദിക്കുന്നു. എന്നിട്ട് അവരാരാണെന്ന് ചോദിക്കുകയാണ്. നിൽക്കുന്ന പശുവിനെ അഭിമുഖീകരിച്ച് ചോദിച്ചു, മൃളാള ധവള വർണ്ണത്തോടു കൂടിയ ഒറ്റക്കാലിൽ നിൽക്കുന്ന നീ ആരാണ്? നിങ്ങൾ ആരാണ്? കാളയുടെ വേഷത്തിൽ നിൽക്കുന്ന ഏതോ ദേവനാണെന്ന് തോന്നുന്നുണ്ടല്ലോ. അമ്മേ, അവിടുന്ന് കണ്ണുനീർ വാർക്കുന്നത് എന്തുകൊണ്ടാണ്? ഞാനുള്ളപ്പോൾ ഈ ക്രൂരനെ ഭയപ്പെട്ടിട്ട് കാര്യമില്ല. സാധു സംരക്ഷണമാണ് രാജധർമ്മം. ഞാൻ ആ കാര്യത്തിൽ പ്രതിജ്ഞാബദ്ധനാണ് എന്ന് അവരെ അറിയിക്കാം. തിന്മകൾ കാണുമ്പോൾ പ്രതികരിക്കുന്നത്. ഇന്ന് ഞാൻ ഉച്ചയ്ക്ക് 3 കാര്യങ്ങൾ അപ്ലോഡ് ചെയ്തു. സന്യാസിമാർക്കുള്ള ഒരു സന്ദേശം അപ്ലോഡ് ചെയ്തു.
അതേപോലെ തന്നെ കലിയുഗം ആരംഭിച്ച ഡേറ്റ് ഞാൻ ഇന്ന് പോസ്റ്റ് ചെയ്തു ഉച്ചയ്ക്ക്. അതുപോലെ തന്നെ ഭാസ്കര നമ്പർ സിസ്റ്റം. അപ്പം അതിൽ ഒരാൾ വളരെ ശ്രദ്ധയോടുകൂടി കേട്ടുകൊണ്ട് അത് കേട്ടുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, സാറേ, സാറിനെ പോലെയുള്ളവരിൽ നിന്ന് ഇതുമാതിരിയുള്ള അറിവാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. നമ്മൾ മറ്റു മതസ്ഥരെ കുറിച്ചൊന്നും പറയണ്ട എന്ന്. ഇത് പണ്ട് 1, 2, 3 പേര് പറഞ്ഞിരുന്നു. ഇതിപ്പോൾ ആദ്യമായിട്ടാണ്. ഞാൻ ആ വ്യക്തിയോടും നിങ്ങളോടും പറയുന്നു, ഏത് മതത്തിലുള്ളവരാണെങ്കിലും, ഏത് രാഷ്ട്രീയ പാർട്ടിയിലുള്ളവരാണെങ്കിലും, ഈവൻ ഹിന്ദു ധർമ്മവിശ്വാസിയാണെങ്കിലും, ഒറ്റ വരിയിലെ അകത്തുള്ളവനാണെങ്കിലും പുറത്തുള്ളവനാണെങ്കിലും, പ്രതികരിക്കേണ്ടയിടത്ത് പ്രതികരിക്കാനാണ് ഭഗവത്ഗീത നമ്മളെ പഠിപ്പിക്കുന്നത്. പ്രതികരിക്കേണ്ടയിടത്ത് പ്രതികരിക്കാനാണ് ഭാഗവതം നമ്മളെ പഠിപ്പിക്കുന്നത്, മഹാഭാരതം നമ്മളെ പഠിപ്പിക്കുന്നത്, രാമായണം നമ്മളെ പഠിപ്പിക്കുന്നത്, വേദം നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് പഠിച്ചത് പഠിപ്പിക്കലും അല്ല ജീവിതം, പഠിപ്പിച്ച് പ്രതികരിക്കലാണ് ജീവിതം. അതുകൊണ്ട് ഇനി ഹിന്ദു നമ്മളെ തളരരുത്, തകരരുത്, വരളരുത്. കാരണം പ്രതികരിക്കാൻ സാധിച്ചില്ലെങ്കിൽ ജീവിച്ചിട്ട് പ്രയോജനമില്ല. ഇന്ന് ഹിന്ദുവിന് ചങ്കൂറ്റത്തോടുകൂടി പ്രതികരിക്കാൻ സാധിക്കുന്നത് കൊണ്ടാണ് കാട്ടുതീ മാതിരി ഹിന്ദുക്കളുടെ മേലെ വന്നുകൊണ്ടിരിക്കുന്ന പലതും ഇപ്പൊ തിരിച്ചു പോകുന്നത്. കാരണം പ്രതികരിക്കണം. ആ വ്യക്തി പറയുന്നു, അറിവ് ഇതുമാതിരിയുള്ള സാറിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അറിവ് തരാൻ വേറെയും ആൾക്കാരുണ്ട്. ആ അറിവ് ആത്മീയത പോലും പ്രതികരിക്കാനുള്ളതാണ്. അറിവ് പ്രതികരിക്കാനുള്ളതാണ്. നമ്മൾ വായിക്കുന്നത് പ്രതികരിക്കാനുള്ളതാണ്. നമ്മുടെ ഓരോ പോസ്റ്റും പ്രതികരിക്കാനുള്ളതാണ്. ഇന്ന് കേരളത്തിൽ ഓരോ ഓൺലൈൻ ചാനലും പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും നമുക്ക് തരുന്ന നിർദ്ദേശം ശരിക്കും പ്രതികരിക്കാനുള്ളതാണ്. ഇവിടെ ശരിക്ക് പ്രതികരിച്ചു പരീക്ഷിത് മഹാരാജാവ്. ഞാൻ ഭരിച്ചിരുന്ന കാലത്ത് എൻ്റെ ദേശത്തിലെ ഏതെങ്കിലും വിധത്തിലുള്ള തിന്മകൾ, അത് ഏത് പശുവിനായാലും ശരി, അതിന് ഒരു കാരണവശാലും ശിക്ഷിക്കപ്പെടാതെ വിടില്ല. അതിന് പ്രതികാരം ഉണ്ടാവും, പ്രതികരണവും ഉണ്ടാവും, പ്രതികാരവും ഉണ്ടാവും. ഇതാണ് നമ്മൾ അറിയേണ്ടത്. തുടർന്നുള്ള സംഭാഷണത്തിലൂടെ രാജാവിന്, പരീക്ഷിത് മഹാരാജാവിന് കാര്യം മുഴുവൻ വ്യക്തമായി. കാളയുടെ വേഷത്തിൽ നിന്നത് ധർമ്മമാണ്. ഇവിടെയാണ് ഭാഗവതം ഒരു വലിയ പിക്ടോറിയൽ എക്സ്പ്ലനേഷൻ നൽകുക. അതായത് ഒരു കാലമുള്ള കാള, അങ്ങനെ ഒരു കാളയില്ല ലോകത്തിൽ. ഇനി അഥവാ ഉണ്ടെങ്കിൽ അതിന് ജീവൻ ഉണ്ടാവില്ല. പക്ഷേ ആ ഒരു കാലുള്ള കാളയിലൂടെ വലിയൊരു സന്ദേശം നമ്മളുടെ മുമ്പിൽ നമ്മുടെ പൂർവികർ വെച്ചു. ഒരു കാലുള്ള പശു 2 കരയാണ്, 2ഉം വേദന അനുഭവിക്കുകയാണ്. ഒരു ഭീകരമായ ചിത്രം നമ്മളുടെ മുമ്പിൽ വെക്കുകയാണ് ശ്രീ ശുഖബ്രഹ്മർഷി ചെയ്തത്. സാക്ഷാൽ ഭൂമിദേവിയാണ് ആ കരഞ്ഞുകൊണ്ടിരിക്കുന്ന പശു. ധർമ്മം എന്ന കാളയ്ക്ക് തപസ്, ശൗചം, ദയ, സത്യം എന്നിങ്ങനെ 4 കാലുകളുണ്ട്. ധർമ്മത്തിന് തപസ്. എന്താ തപസ്? ധർമ്മം നിരന്തരം ശുദ്ധീകരിച്ച് നിലനിർത്താൻ ശ്രമിച്ചില്ലെങ്കിൽ ധർമ്മം അധർമ്മമാവും. അതുപോലെ തന്നെ ശൗചം, ധർമ്മം ക്ലീൻ ആയിരിക്കണം. വ്യക്തിയിലും മനസ്സിലും വാക്കിലും പ്രവൃത്തിയിലും ശൗചം ഉണ്ടാവണം. ദയ ഉണ്ടെങ്കിൽ ധർമ്മം നിലനിൽക്കുള്ളൂ. സത്യം, ട്രൂത്ത്, ഫാക്ട്, എസൻസ്, ഈ 4 കാലുകളാണ് ധർമ്മത്തിനുള്ളത്. ആ ധർമ്മമാണ് കാള. അതിലെ 3 കാലും പോയി, 1 കാല് മാത്രമേ ഉള്ളൂ. അപ്പൊ ശ്രീകൃഷ്ണൻ മറഞ്ഞ് കലിപ്രവേശം ചെയ്തതോടെ, ശ്രീകൃഷ്ണൻ മറഞ്ഞ സമയത്തോ മറഞ്ഞ ദിവസത്തിലോ മറഞ്ഞ വർഷമോ അല്ല കലിയുഗം ആരംഭിച്ചത്. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. BC 3102 ഫെബ്രുവരി മാസം 17-ാം തീയതി വ്യാഴാഴ്ച രാത്രി 11:55. അത് ഭൂമി, സൂര്യൻ, ചന്ദ്രൻ, ശുക്രൻ, ഇതെല്ലാം ആൽഫ ഏറീസ് മേടസംക്രാന്തിയിൽ വന്നതാണ്. പക്ഷെ സംഭവിച്ചത് ശ്രീകൃഷ്ണന്റെ സ്വർഗാരോഹണത്തിന് തൊട്ടടുത്ത ഈ കാലം വന്നു എന്ന് മാത്രം. ശ്രീകൃഷ്ണന്റെ ദേഹത്യാഗവും ഇതുമായിട്ട് ഒരു ബന്ധവുമില്ല അറിയുക. കലി രംഗപ്രവേശനം ചെയ്തതോടെ സത്യമൊഴിച്ച് മറ്റ് 3 കാലുകളും, അതായത് തപസ്, ആ കാലൊടിഞ്ഞുപോയി. ശൗചം ഇല്ലാതെയായി, ദയ ഇല്ലാതെയായി, സത്യം മാത്രം നിലനിൽക്കുന്നു. കാലുകളും ധർമ്മത്തിന് നഷ്ടമായി ഭവിച്ചു. അങ്ങനെയാണ് ഒറ്റക്കാലിൽ ആ കാള നിൽക്കുന്നത്. കലിയാണ് നൃപവേഷം ധരിച്ച് നിന്ന് അവരെ പീഡിപ്പിച്ചിരുന്നത്. രാജാവിൻ്റെ വേഷത്തിൽ. കലി എന്ന് വെച്ച് കഴിഞ്ഞാൽ വികൃതവും നീചവും നിന്ദ്യവുമായ സ്വഭാവമുള്ള വ്യക്തികളുടെ മാനസികാവസ്ഥ. ഇന്ന് കേരളത്തിൽ ശരിക്ക് കാണുന്നത് കലി എന്ന് പറയുന്നത് നഗ്ന നൃത്തം വയ്ക്കുകയാണ്. എന്ത് നമ്മൾ പത്രമാധ്യമങ്ങളിൽ കാണുന്നു അതെല്ലാം നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഈ കേരളത്തിൽ ഇത് നടക്കുന്നതിൽ നിന്നെല്ലാം ശ്രദ്ധ മാറ്റാൻ ഇവിടെ
കൈക്കൂലിയും അധർമ്മവും അനീതിയും വരുത്തുന്ന നമ്മുടെ പത്രമാധ്യമങ്ങൾ കാശ് വാങ്ങിച്ച്, പൈസ വാങ്ങിച്ച് അധർമ്മത്തിനും അനീതിക്കും അന്യായത്തിനും കൂട്ടുനിൽക്കുന്നത് കാണാൻ സാധിക്കും. അവരാണ് യഥാർത്ഥത്തിൽ ഈ ധർമ്മത്തെ പീഡിപ്പിക്കുന്നത്. ധർമ്മത്തെ നിലനിർത്താൻ പറ്റാത്ത വിധത്തിൽ കലിയുടെ കടന്നാക്രമണം ചിന്തിച്ചാണ് ഗോരൂപിണിയായ പശുവിൻ്റെ രൂപത്തിൽ നിൽക്കുന്ന സിംബോളിക് ആയിട്ടുള്ളത് ഭൂമിദേവിയാണ് കണ്ണുനീർ വാർക്കുന്നത്. തുടർന്ന് കലിയെ വധിക്കാനായി രാജാവ് വാളെടുത്തു. കലിയെ വധിക്കാനായിട്ട്, അതായത് തിന്മ ചെയ്യുന്നവരെ ഉന്മൂലനം ചെയ്യാനായിട്ട് പരീക്ഷിത്ത് വാളെടുത്തു. കലിയാകട്ടെ കാൽക്കൽ വീണ് ദയവ് അപേക്ഷിച്ചു. തിന്മ ചെയ്യുന്നവരെ കാൽക്കൽ വീണ് ദയവ് അപേക്ഷിച്ചു. കോടിയേരിയുടെ മകനെ പോലെയും ഷാരൂഖ് ഖാന്റെ മകനെ പോലെയും ദീനവത്സലനായ രാജാവ് കലിക്ക് അഭയം നൽകി. തൻ്റെ രാജ്യത്തെ കടന്നാക്രമണം നടത്തരുതെന്ന് നിർദ്ദേശിച്ചു. തിന്മ ചെയ്യുന്നവർ ലോകത്തിൽ എല്ലായിടത്തും ഉണ്ട്. പക്ഷേ ഈ രാജ്യത്തിനകത്ത് അത് നടക്കില്ല. ഈ രാജ്യത്തിനകത്ത് തിന്മ നടക്കില്ല എന്ന് പരീക്ഷിത് മഹാരാജാവ് ഉറപ്പിച്ച് കലിയോട് പറഞ്ഞു, നിർദ്ദേശിച്ചു. കലിക്ക് ഇരിക്കാനായി ചില പ്രത്യേക സ്ഥാനങ്ങൾ കാട്ടിക്കൊടുക്കുകയും ചെയ്തു. കലി എന്ന് പറയുന്ന തിന്മ ചെയ്യുന്നവർക്ക് വസിക്കാനായിട്ട് സ്ഥലം കാണിച്ചു കൊടുത്തു. എന്തൊരർത്ഥമാണെന്ന് നോക്കാം. ചൂത് കളിക്കുന്നവരുടെ ഇടയിൽ കലിക്ക് വസിക്കാനായിട്ട് സ്ഥലം, മദ്യപാനം, സ്ത്രീകളുമായുള്ള അവിഹിത വേഴ്ച, അറവുശാല എന്നീ ഇടങ്ങളിലെല്ലാം കലിക്കിരിക്കാനായി ഈ രാജാവ് കൊടുത്ത സ്ഥലം. എന്ത് സിംബോളിക് ആയിട്ടാണ് ആ 4 സ്ഥലം കൊടുത്തത്? മുതലായ ചൂത് കളിക്കുന്ന സ്ഥലം, വാശി, വൈരാഗ്യം, തല്ലല്, കൊല്ലല്, ചാവല്, മദ്യപാനം. ഹൂറികൾക്കൊക്കെ ഉള്ള സ്ഥലമാണ് മദ്യപാനം. മദ്യപാനം കലിയുടെ സ്ഥലമാണ്. അതുകൊണ്ടായിരിക്കാം മുസ്ലിങ്ങൾ അവിടെ മദ്യപ്പുഴ എന്ന് പറഞ്ഞ സ്വർഗത്തിലെടുത്തിട്ടത്. സ്ത്രീകൾക്കുള്ള അവിഹിത വേഴ്ച അത് മതത്തിൻ്റെ തന്നെ ഭാഗമാണ്. ഹൂറികൾ 70 ഹൂറികൾ അതും മതത്തിൻ്റെ തന്നെയാണ് ഉള്ളതാണ്. അപ്പൊ കലി വാണരുളുന്ന സ്ഥലം ഏതാണ് എന്നുള്ളത് ചോദിച്ചാൽ മദ്യപ്പുഴ ഒഴുകുന്ന സ്ഥലം, ഹൂറികളുള്ള സ്ഥലം, ഇവിടെ ഹലാലായിട്ടുള്ള എല്ലാ അറവുശാലകളും അതും കലിയിരിക്കുന്ന സ്ഥലമാണ്. എന്ത് ഗംഭീരമായിട്ടാണല്ലേ. പിന്നെ കള്ളക്കടത്ത്, കള്ളപ്പണം, റിവേഴ്സ് ഹവാല അതൊക്കെ ചൂതുകളിയുടെ ഭാഗമാണ്. ഈ 4ഉം ഇപ്പോൾ ഒരു മതത്തിൻ്റെ ഭാഗമായിരിക്കുന്നു. സമാധാന മതത്തിൻ്റെ ഭാഗം. എത്ര ഭംഗിയായിട്ടാണ് ഭാഗവതം എഴുതുമ്പോഴത്തേക്ക് സമാധാന മതമൊന്നുമില്ല, കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത് നോക്കാം. കലിക്ക് ഇരിക്കാൻ ആ രാജാവ് കാണിച്ചു കൊടുത്തത് ഈ സ്ഥലങ്ങളാണ്. അങ്ങനെ കലിയെ നിയന്ത്രിച്ചു നിർത്തിക്കൊണ്ട് ധർമ്മനിഷ്ഠനായ പരീക്ഷിത്ത് രാജ്യഭാരം തുടർന്നു. ധർമ്മത്തിന് നഷ്ടമായ 3 കാലുകളും തിരിച്ചു കിട്ടി. ഭൂമിദേവി സന്തുഷ്ടയായും ഭവിച്ചു. യഥാർത്ഥത്തിൽ വായുവിനെയും അതുപോലെ തന്നെ മേഘങ്ങളെയും അന്തരീക്ഷത്തെയും സൂര്യനെയും ഈ പ്രപഞ്ചത്തെയും ഭൂമിയെയും സസ്യലതാദികളെയും എല്ലാം ജീവനുള്ള എൻടൈറ്റി ആയിട്ട് ജീവചൈതന്യവും പ്രതികരണവും പ്രസരിപ്പുമുള്ള ഒരു പ്രതിഭാസമായിട്ട് കാണുമ്പോഴാണ് നമ്മളുടെ ആത്മീയ ഗ്രന്ഥങ്ങൾക്കെല്ലാം മഹത്വം ഉണ്ടാവുക. അങ്ങനെ ഭൂമി സന്തുഷ്ടയായിട്ട് തീരുക എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വപ്നങ്ങളെ നിങ്ങൾ സ്വർഗകുമാരികളല്ലോ. നിങ്ങൾ ഈ ഭൂമിയിൽ ഇല്ലായിരുന്നെങ്കിൽ നിഷ്ഫലം ശൂന്യം ഈ ലോകം, അല്ലേ? ശരിക്കും ആ സ്വപ്നങ്ങളൊക്കെ തിരിച്ചു വരിക, നല്ല പ്രവൃത്തികൾ തിരിച്ചു വരിക, കർമ്മമണ്ഡലം തിരിച്ചു വരിക, എല്ലാവരും സന്തോഷിക്കുക, നന്മ ചെയ്യുക. തിന്മ ചെയ്യുന്നവരെല്ലായിടത്തും എല്ലാ കാലത്തും ഉണ്ടാവും. അവർക്ക് തിന്മ ചെയ്യാനുള്ള സ്ഥലം വേറെ കൊടുക്കുക. ചാണകക്കുഴി എന്ന് പറയുന്നത് വേറെ, അറവുശാലയുടെ വേസ്റ്റ് ഇടുന്നത് വേറെ, അതുപോലെ കമ്പോസ്റ്റ് വളം ഇടുന്നത് വേറെ, എല്ലാ വേസ്റ്റുകളും ഇടുന്ന സ്ഥലം വേറെ. അങ്ങനെയൊക്കെ ഇല്ലേ ഓരോ വീട്ടിലും ഓരോ നാട്ടിലും. അതുപോലെ കലിക്കിരിക്കാൻ പറ്റിയ സ്ഥലമാണ് 4 കൊടുത്തിരിക്കുന്നത്. അപ്പോൾ രാജ്യഭാരം തുടർന്നു. ധർമ്മത്തിന് നഷ്ടമായ 3 കാലുകളും തിരിച്ചു കിട്ടി. ഭൂമിദേവി സന്തുഷ്ടയായി. സൂതൻ തുടർന്നു. സൂതൻ ശൗനകാദി മഹർഷിമാർക്ക് ഈ നൈമിഷാരണ്യത്തിൽ തുടർന്നു. ഒരിക്കലും രാജാവും വില്ലും അമ്പും ധരിച്ച് നായാട്ടിന് പുറപ്പെട്ടു. ഒരിക്കൽ അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും, നമ്മൾ ഈ ലോകത്തിൽ ഇങ്ങനെ നന്മകൾ മാത്രം ചെയ്തുകൊണ്ട് പോകുമ്പോൾ എവിടെയെങ്കിലും വെച്ചൊരു തിന്മയുണ്ടാവും. അതാണ് ചിലതിൻ്റെയൊക്കെ അവസാനത്തേതിൻ്റെ ആരംഭം. നമ്മൾ പ്രതീക്ഷിക്കാത്തതാണ്. നമ്മൾ പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് തോന്നും, അയ്യോ അത് അന്ന് ചെയ്യണ്ടായിരുന്നു, എന്തിനാ വെറുതെ ആവശ്യമില്ലാതെ അത് ചെയ്തത്, അത് ഒഴിവാക്കാമായിരുന്നു നമുക്ക് കുറെ കൂടി നല്ല രീതിയിൽ. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇതെല്ലാം ജീവിതത്തിൻ്റെ ഭാഗമാണ്. നമ്മൾ മലയാളത്തിൽ ഒരു ചൊല്ലുണ്ട്, നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഓണം വരാനൊരു മൂലം നശിക്കാറാവുമ്പോൾ അതിനൊരു കാരണം ഉണ്ടാവും, നന്മ വരാറാവുമ്പോഴും അതിനും ഒരു കാരണം ഉണ്ടാവും. നമ്മളുടെയൊക്കെ ജീവിതത്തിൽ പല കാരണങ്ങൾ പല കാര്യവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട്
വില്ലും അമ്പും ധരിച്ച് രാജാവ് നായാട്ടിനിറങ്ങി. പരീക്ഷിത്ത് മഹാരാജാവ് നായാട്ടിനിറങ്ങി. നിങ്ങൾക്കറിയാം, രാമായണത്തിൽ ദശരഥ മഹാരാജാവ് നായാട്ടിനിറങ്ങി. ദശരഥന് നിയമം അറിയാം, സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ നായാട്ടിന് പോകരുത് എന്നറിയാം. ദശരഥന് നിയമം അറിയാം, ആനയെ അമ്പെയ്യരുത് എന്നറിയാം. ശബ്ദശാസ്ത്രം 16 വർഷം പഠിച്ച ദശരഥന് ആന വെള്ളം കുടിക്കുന്ന വെള്ളവും കുടത്തിൽ വെള്ളം നിറയുന്ന ശബ്ദവും, ആന വെള്ളം കുടിക്കുന്ന ശബ്ദവും കുടത്തിൽ വെള്ളം നിറയുന്ന ശബ്ദവും തമ്മിൽ തിരിച്ചറിയാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ എന്താ ഇതിൻ്റെ അർത്ഥം? വിനാശകാലേ വിപരീത ബുദ്ധി. കൈകേയി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദശരഥനെ സഹായിച്ചത് ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല. നിങ്ങൾ ഈ കുടുംബ വിളക്ക് എന്ന് പറയുന്ന ഒരു സീരിയലുണ്ട്, അതിൽ ആ സ്ത്രീ ഈ സിദ്ധാർത്ഥനെ സഹായിക്കുന്നത് ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല. പക്ഷെ കാണുന്നവരിൽ ചിലര് സ്വന്തമാക്കാനാണെന്ന് വിചാരിക്കുന്നു. ആ സീരിയൽ ഞാൻ ഇടയ്ക്ക് കാണാറുണ്ട്. വേറൊന്നിനുമല്ല, മനുഷ്യ വികാരങ്ങളിൽ നന്മ തിന്മകൾ കാണാൻ അതിലൂടെ എനിക്ക് ചില ഭാഗങ്ങൾ സാധിച്ചു. അതുപോലെ തന്നെ ഇപ്പോൾ ദശരഥന്റെ ജീവിതത്തിൽ അവസാനിക്കാൻ ഒരു കാരണം വേണം. അതുപോലെ തന്നെ രാമന്റെ ജീവിതത്തിൽ അവസാനിക്കാനായിട്ട്, സീതയ്ക്ക് അബദ്ധം പറ്റാനായിട്ട് എല്ലാത്തിനും ഒരു കാരണം ഉണ്ടാവും. ആ രാമന്റെ ജീവിതത്തിൽ നോക്കൂ, ഒരു എന്താ വെളുത്തേടൻ അല്ലെങ്കിൽ വാഷർമാനാണ് രാമനെ ചീത്ത പറഞ്ഞത്. അതൊരു കാരണം. എത്ര വികൃതമാണ് എന്ന് തോന്നിയേക്കാം, പക്ഷെ അതൊക്കെയാണ് ജീവിതത്തിൽ. അപ്പോൾ ക്ഷീണിതനായ രാജാവ് ദാഹം കൊണ്ട് വലഞ്ഞു. അടുത്തെങ്ങാനും ജലാശയം കാണാൻ കഴിയാതെ അദ്ദേഹം ഒരു ആശ്രമത്തിലേക്ക് കടന്നു ചെന്നു. അവിടെ ശാന്തനായ ഒരു മുനി കണ്ണടച്ച് ധ്യാന നിമഗ്നനായിരിക്കുകയായിരുന്നു. ശരിക്കും എവിടെ നോക്കിയാലും വെള്ളം കാണാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. രാജാക്കന്മാർക്കറിയാം, രാജാവ് ഒറ്റയ്ക്ക് ഒരിക്കലും രാജാക്കന്മാർ നായാട്ടിന് പോവില്ല. പരിവാരങ്ങൾ ഉണ്ടാവും, സേഫ്റ്റിയും സെക്യൂരിറ്റിയും അതെല്ലാം വളരെ കൃത്യമായിട്ടുള്ളതാണ് മഹാഭാരതത്തിലെ വിവരണങ്ങളെല്ലാം. പക്ഷേ ഈ മുനിയുടെ വീട്ടിലേക്ക് കയറി മുനി ധ്യാനനിരതനായിട്ടിരിക്കുന്നു. പതിരുദ്ധേ ഇന്ദ്രിയ പ്രാണ മനോബുദ്ധിരുപാദരം ഉപാരതം സ്ഥാനത്രയാത് പരം പ്രാപ്തം ബ്രഹ്മഭൂത വിക്രിയം. വളരെ നല്ല അർത്ഥം. അദ്ദേഹം ആ മുനിയാണെങ്കിൽ ഇന്ദ്രിയങ്ങളെയും പ്രാണനെയും മനസ്സിനെയും ബുദ്ധിയെയും കീഴടക്കിയിരിക്കുന്നു. ധന്യനായിട്ടുള്ള ഒരു ഋഷിയാണ്. ആ ഋഷിയുടെ മുമ്പിൽ ചെന്നിട്ടാണ് നമ്മളുടെ പരീക്ഷിത്ത് മഹാരാജാവ് അഭിമന്യുവിൻ്റെ പുത്രൻ പെട്ടത്. ജാഗ്രത സ്വപ്ന സുഷുപ്തിക്കുപരി തുര്യാനുഭവത്തിലെത്തിയിരിക്കുന്നു. അപ്പോൾ ഗ്രേറ്റസ്റ്റ് ഋഷിയാണ്. എന്നാലോചിച്ച് നോക്കാം, എല്ലാം തികഞ്ഞ ഒരു ഋഷിയായിരുന്നു. നിശ്ചലമായ അഖണ്ഡ ബോധത്തിലെത്തി താൻ പ്രപഞ്ച ചൈതന്യത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന മാതിരി തപസ്വിയായിരുന്നു. അങ്ങനെ പാറിപ്പറക്കുന്ന ജടാമകുടത്തോടുകൂടി മാൻതോൽ കൊണ്ടുള്ള ആസനത്തിൽ വിരാജിതയാക്കുന്ന മുനിയോട് ഉണങ്ങി വരേണ്ട തൊണ്ടയോടുകൂടി രാജാവ് വെള്ളത്തിന് യാചിച്ചു. രാജാവ് ഭീഷണിപ്പെടുത്തിയൊന്നുമില്ല. 2-3 പ്രാവശ്യം ചോദിച്ചിട്ട് വേറൊന്നും ചെയ്തില്ല. പക്ഷെ തൊണ്ട വരണ്ട് ഇങ്ങനെ കിടക്കുകയാണ്. രാജാവിന് അറിയാം, മുനിമാരെ കുറിച്ച് അറിയാം, ഋഷിമാരെ കുറിച്ച് അറിയാം, പാണ്ഡവകുലത്തിൽ ജനിച്ചവർക്കെല്ലാം അറിയാമല്ലോ. നെഹ്റുവിനെ കുറിച്ചും ഇന്ദിരാഗാന്ധിയെക്കുറിച്ചും രാജീവ് ഗാന്ധിയെക്കുറിച്ചും സോണിയാഗാന്ധിയെക്കുറിച്ചും പ്രിയങ്ക ഗാന്ധിയെക്കുറിച്ചും ഒക്കെ രാഹുൽ ഗാന്ധിക്ക് അറിയാവുന്ന മാതിരി അത് വിപരീതമാണെന്ന് മാത്രം, ഇത് നല്ലതാണെന്ന് മാത്രം. ഉണങ്ങി വരേണ്ട തൊണ്ടയോടുകൂടി രാജാവ് വെള്ളത്തിന് യാചിച്ചു. ഇരിപ്പിടം നൽകാനോ വേണ്ട വിധത്തിൽ തന്നെ സൽക്കരിക്കാനോ ഒരുമ്പിടാത്ത മുനിയോട് ആത്മാവിനെ അറിയാത്തവനെന്ന പോലെ രാജാവ് കോപാക്രാന്തനായി. നമുക്ക് എല്ലാവർക്കും പറ്റണതാണ് ഈ ലെവൽ അല്ലെങ്കിൽ വേറെ ലെവല്. ഇത് വന്നിരിക്കുന്നത് രാജാവാണ്, പാണ്ഡവ കുലജാതനാണ്, വീരശൂര പരാക്രമിയാണ്. അതായത് രാജാവ് വരുമ്പോഴത്തേക്കും എഴുന്നേറ്റ് നിന്ന്, കുതിരപ്പുറത്താണ് വരുന്നത്, കുതിരയുടെ ശബ്ദം കേൾക്കാം, ബാക്കി പരിവാരങ്ങളുടെ ശബ്ദം കേൾക്കാം, അപ്പോഴൊന്നും മിണ്ടാതെ ഒരാളിരിക്കുകയാണ്. നീയൊക്കെ എത്ര വലിയവനാണെങ്കിലും എൻ്റെ മുമ്പിൽ ഒന്നും അല്ല എന്ന രീതിയിൽ അദ്ദേഹം ഇരിക്കുന്നതായിട്ടായിരിക്കണം പരീക്ഷത്തിന് ചിലപ്പോൾ തോന്നിയത്. അങ്ങനെ ആയിരിക്കണം. വിശപ്പും ദാഹവും കൊണ്ട് വലഞ്ഞിരുന്ന രാജാവിന് മുൻപ് എങ്ങും അനുഭവപ്പെട്ടിട്ടില്ലാത്ത വിധം മുനിയോട് മത്സരവും വിദ്വേഷവും തോന്നി. ഇതാണ് വിനാശകാലേ വിപരീത ബുദ്ധി. എത്ര നല്ലവനാണെങ്കിലും എവിടെയെങ്കിലും ഒരു കുഴപ്പം പറ്റും, എത്ര ചീത്തവനാണെങ്കിലും എവിടെയെങ്കിലും ഒരു നല്ലത് പറ്റുമെന്ന് പറയേണ്ട കാര്യമില്ല. അത് വളരെ വിരളമാണ്. എത്ര നല്ലവനാണെങ്കിലും എവിടെയെങ്കിലും ഒരു അബദ്ധം പറ്റും. ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട്, നരേന്ദ്രമോദിക്കൊന്നും പറ്റരുതേ ഈശ്വര, രാജ്നാഥ് സിംഗിനൊന്നും പറ്റരുതേ ഈശ്വര, ജയശങ്കറിനൊന്നും പറ്റരുതേ ഈശ്വര, അതുപോലെ തന്നെ നമ്മുടെ നിർമ്മല സീതാരാമനൊന്നും പറ്റരുതേ ഈശ്വര. ഏതായാലും ഇന്ന് വളരെ വളരെ സന്തോഷകരമായ ഒരു 3-4 വാർത്തയുണ്ട്. റിസർവ് ബാങ്കിനെ കിടിലം കൊള്ളിച്ച ഒരു ഉജ്ജ്വലനായിട്ടുള്ള ഗവർണർ
റിസർവ് ബാങ്ക് 3 വർഷം ഗവർണറായിട്ടിരുന്ന് ആ റിസർവ് ബാങ്കിനെ അങ്ങോട്ട് സടകുടഞ്ഞ് എഴുന്നേറ്റ സിംഹമാക്കി മാറ്റിയ ആളെ അദ്ദേഹത്തിന് റിസർവ് ബാങ്കിൻ്റെ ഗവർണറായിട്ട് ചീഫായിട്ട് അപ്പോയിന്റ് ചെയ്തു. ഇന്ന് അപ്പോയിന്റ് ചെയ്തു. സന്തോഷം. വല്ല തെറ്റുകളും വരാൻ സാധ്യതയുണ്ടെങ്കിൽ ആ രംഗരാജൻ എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു, അയാളെ പോലെ ഗതികെട്ട വല്ലതും ആയിരുന്നെങ്കിൽ. അമർത്യാസൻ നോബൽ സമ്മാനം കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് കാര്യമൊന്നുമില്ല. അദ്ദേഹത്തിന് ഈ നാടിനോട് ഭയങ്കര വെറുപ്പും അറപ്പും ഒക്കെയാണ്. നളന്ദ യൂണിവേഴ്സിറ്റിയൊക്കെ കുത്തുവാളെടുപ്പിച്ച മനുഷ്യനാണ്. അതുകൊണ്ട് മഹാന്മാരാണ് ലോകത്തിലെന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. നമ്മുടെ രാജ്യത്തിന് പറ്റിയവരും. അത് മാത്രമല്ല, എനിക്ക് സന്തോഷം കൊണ്ട് എന്താണെന്ന് വെച്ചാൽ IIM അഹമ്മദാബാദ് നിങ്ങൾക്കറിയാം, 127 കോടി രൂപ, 127 കോടിയാണെന്ന് തോന്നുന്നു, അത്ര വരെ ശമ്പളം കിട്ടുന്ന പല ടോപ്പ് വേൾഡ് മാനേജേഴ്സിനെ ഉണ്ടാക്കിയിരിക്കുന്നതാണ്. അതിലെ ഡയറക്ടറെ പ്രധാനമന്ത്രിയുടെ കൺസൾട്ടൻ്റ് ആക്കി. 7 പുതിയ കൺസൾട്ടൻ്റ് ഗവർണൻസിന് വേണ്ടിയിട്ട്. എന്താ പറയുക, ഈശ്വര ഇത് തുടരട്ടെ എന്ന് ഞാനിങ്ങനെ പ്രാർത്ഥിക്കാം. ഇന്ത്യയിലെ ഓരോ നന്മയും ചെയ്യുന്നവനെ അരിച്ചു പെറുക്കിയെടുത്ത് പ്രൈം മിനിസ്റ്ററുടെ ഓഫീസിലേക്ക് കൊണ്ടുവരിക. അതിനൊക്കെ ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് ആ കമ്മിറ്റിയുടെ സജഷനൊന്നുമല്ല. ഇന്ന് കേട്ടതാണ് ഇതെല്ലാം. നിങ്ങൾ നോക്കിയാൽ അറിയാൻ സാധിക്കും. പ്രധാനമന്ത്രി നേരിട്ട് പിക്കപ്പ് ചെയ്യാണ്. പിക്കപ്പ് 2 അർത്ഥത്തിലാണ്, പിക്കിംഗ് അപ്പ് എന്നുള്ളതും പിക്കപ്പ് എന്നുള്ളതും. എന്ത് ഭംഗിയായിട്ടാണ്. അബദ്ധം പറ്റാതിരിക്കാനാണ്. പരീക്ഷത്തിന് പറ്റിയ അബദ്ധം പ്രധാനമന്ത്രിക്ക് പറ്റരുത്. കാരണം ലോകം മുഴുവനും പല രീതിയിലാണ് അദ്ദേഹത്തിനെ താഴത്തേക്ക് ഇറക്കാൻ ശ്രമിക്കുന്നത്. പല രീതിയിലാണ് അദ്ദേഹത്തിനെ ഉയർത്താനും അദ്ദേഹത്തിന് ഗൈഡൻസ് എടുക്കാനും. ഇന്ന് നാളെ ശനിയാഴ്ച നമ്മുടെ പോപ്പിനെ അദ്ദേഹം കാണുന്നുണ്ട്. ലോകത്തിലെ മറ്റൊരു നേതാവും കാണുന്ന മാതിരി അല്ല നമ്മുടെ പ്രധാനമന്ത്രി പോപ്പിനെ കാണാൻ പോകുന്നത്. വേറൊരു ട്രെൻഡിലേക്കാണ് പോകുന്നത്. അത് ആത്മീയതയും അനുഗ്രഹം മേടിക്കാനും ഭഗവത്ഗീത കൊടുക്കാനും ഒന്നുമല്ല, വേറെ കാര്യങ്ങൾ. ലോകത്തിലെ തീവ്രവാദം. അങ്ങനെയുള്ള നമ്മുടെ പ്രധാനമന്ത്രിക്ക് ഒന്നും പറ്റരുതേ ഈശ്വരാബദ്ധം എന്ന്, പരീക്ഷത്തിന് പറ്റിയ മാതിരി ഒന്നും പറ്റരുതേ എന്നാണ് എൻ്റെ മനസ്സിലുള്ളത്. എൻ്റെ പ്രാർത്ഥന അതാ. രാവിലെ ഞാൻ വേദം ഈ മീഡിയയിൽ വായിക്കുമ്പോഴല്ല, ഡെയിലി വായിക്കും. 44 വർഷമായിട്ട് വേദം മുടങ്ങാതെ വായിക്കാറുണ്ട്. അപ്പോഴും ഈ കഴിഞ്ഞ കുറേ കാലമായിട്ട് എൻ്റെ പ്രാർത്ഥന, എൻ്റെ വേദം മുഴുവനും ഭാരത മാതാവിന് ഞാൻ രാവിലെ വായിക്കുമ്പോഴത്തേക്കും ഈ പ്രധാനമന്ത്രിക്ക് ഒന്നും സംഭവിക്കരുത് എന്ന് മാത്രമേ ഉള്ളൂ എൻ്റെ മനസ്സിൽ. അപ്പോൾ മുൻപെങ്കും അനുഭവിച്ചിട്ടില്ലാത്ത വിധം മുനിയോട് മത്സരവും വിദ്വേഷവും തോന്നി. എന്താ മുൻപ് അനുഭവിക്കാത്ത വിധത്തിൽ സംഭവിച്ചു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? എവിടെയോ ഇടിച്ചു നിൽക്കാനുള്ള സമയമായി. തുടർന്ന് അടുത്ത് കിടന്ന ഒരു ചത്ത പാമ്പിൻ്റെ ശരീരം വില്ലിൻ്റെ അഗ്രം കൊണ്ട് പൊക്കിയെടുത്ത് ആ ബ്രഹ്മർഷിയുടെ കഴുത്തിൽ വിന്യസിച്ച ശേഷം കൊട്ടാരത്തിലേക്ക് യാത്രയായി. എന്താ അല്ലേ? ഒരിക്കലും പരീക്ഷത്തിൽ നിന്നോ പാണ്ഡവരിൽ നിന്നോ പ്രതീക്ഷിക്കേണ്ടതല്ലല്ലോ ഇത്. പ്രതീക്ഷിച്ചതുമല്ല. അതാണ് ഈ വിനാശകാലേ വിപരീതം. നശിക്കാറാവുമ്പോൾ ചിലതൊക്കെ നമുക്ക് തോന്നും. അതുകൊണ്ട് നിങ്ങളോട് എല്ലാവരോടും പറയും, തിങ്കിങ്, സ്റ്റാർട്ടിങ്, ഡൂയിങ്, കംപ്ലീറ്റിംഗ്, ഇവാലുവേറ്റിംഗ്. ഏത് കാര്യം ചെയ്യുമ്പോഴും 10 പ്രാവശ്യം ചിന്തിക്കുക. കഴിയുന്നത്രയും സംസാരിക്കുന്നതിന് മുമ്പ് സംസാരിക്കാതിരിക്കുന്നതല്ലേ നല്ലതെന്ന് ചിന്തിക്കാം. സംസാരിക്കുന്നതിന് മുമ്പ് സംസാരിക്കാതിരിക്കുന്നതല്ലേ നല്ലത്. സംസാരിക്കുകയാണെങ്കിൽ 1 2 വാക്കുകളോ വരികളോ കൊണ്ട് നിർത്തുന്നതല്ലേ നല്ലത്. നമ്മളിൽ നിന്ന് അബദ്ധങ്ങൾ വരാതിരിക്കുന്നതല്ലേ നല്ലത് എന്ന് പറഞ്ഞ് പ്രവർത്തിച്ച് നോക്കാം. കഴുത്തിൽ വിന്യസിച്ച ശേഷം കൊട്ടാരത്തിലേക്ക് യാത്രയായി. ആ സംഭവം ഒന്ന് ചിന്തിച്ചു നോക്കാം. നിങ്ങൾ അവിടെ ഉണ്ടെന്ന് വിചാരിക്കാം. പരീക്ഷിത്ത തേജസ്സാർന്ന ആ രാജാവ് ഇങ്ങനെ ഒരു അബദ്ധം ചെയ്യുമെന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? മുനി വെറുതെ കണ്ണുമടച്ചിരിക്കുകയാണ്. ഈ ക്ഷത്രബന്ധുവിനെ സൽക്കരിച്ചിട്ട് നമുക്ക് എന്തു വേണം എന്ന ഭാവത്തിൽ ഇങ്ങനെയാണ് രാജാവിൻ്റെ ചിന്ത കടന്നുപോയത്. ആ ചിന്തയാണ് ഈ അബദ്ധം കാണിച്ചത്. ഈ രാജാവിനെ സൽക്കരിച്ചിട്ട് എന്ത് വേണം? ഞാൻ തപസ്യയല്ലേ, ഞാൻ ഋഷിയല്ലേ, ഞാൻ മഹർഷിയല്ലേ, ഇയാളെ സൽക്കരിച്ചിട്ട് എന്ത് വേണം എന്ന് ആ സന്യാസി ചിന്തിക്കുന്നതായിട്ടാണ് പരീക്ഷത്തിന് തോന്നിയത്. അതും വിനാശകാലത്ത് വന്നതല്ലേ. ഒരിക്കലും അദ്ദേഹത്തിനെ പോലെയുള്ളവർക്ക് തോന്നാൻ സാധ്യതയില്ലാത്തത് തോന്നി. ചിത്തം വിദ്വേഷം കൊണ്ട് മലിനമാക്കപ്പെട്ടു. അകാരണമായി വിദ്വേഷം കൊണ്ട് മലിനമാക്കുന്ന ചിത്തം ആത്മചിന്തയിൽ നിന്നും അകന്നുപോയി എന്നതിന് വ്യക്തമായ തെളിവാണ് പരീക്ഷത്തിന്റെ ഈ പ്രവൃത്തി. മുനിക്ക് തേജസ്വിയും തപസ്വിയുമായ ഒരു പുത്രനുണ്ടായിരുന്നു. ആ മുനിക്കൊരു പുത്രനുണ്ടായിരുന്നു. ഓർമ്മിക്കുക, പണ്ടത്തെ ഋഷിമാരും മുനിമാരും എല്ലാം ബാച്ചിലർ ആവണമെന്നില്ല. അവർക്ക് ഭാര്യ ഉണ്ടാവും, മക്കളുണ്ടാവും. അതാണ് കറക്റ്റ്. ബ്രഹ്മചര്യം ഗൃഹസ്ഥം, വാനപ്രസ്ഥം സന്യാസം, അല്ലെങ്കിൽ സന്യാസം വാനപ്രസ്ഥം. ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലും വാനപ്രസ്ഥം സന്യാസം. ഏതായാലും
ഇദ്ദേഹത്തിന് തേജസ്വിയായൊരു പുത്രനുണ്ടായിരുന്നു. ആ മറ്റുള്ളവർ കളിച്ചുകൊണ്ടിരുന്ന ആ കുട്ടി രാജാവിനാൽ തൻ്റെ പിതാവ് അപമാനിക്കപ്പെട്ടു എന്ന് കേട്ടറിഞ്ഞു. തപസ്വിയും തേജസ്വിയും സിദ്ധനുമായിരുന്നെങ്കിലും കോപമടക്കി സമബുദ്ധി പാലിക്കാനുള്ള കഴിവ് അയാൾക്ക് ഉണ്ടായിരുന്നില്ല. എന്തായാലും കഴിവുണ്ടായാലും അച്ഛൻ്റെ കഴുത്തിൽ ചത്ത പാമ്പിനെ ഇട്ടാൽ ഏത് മകനാ സഹിക്കുക? ഏത് തരത്തിൽ സ്ഥിതപ്രജ്ഞന്റെ ലെവലെത്തിയാലും അത് ക്ഷമിക്കില്ല. അതുകൊണ്ട് അച്ഛൻ അപമാനിക്കപ്പെട്ടു എന്ന് കേട്ട് അയാൾ കോപത്തിൽ അട്ടഹസിച്ചു. കഷ്ടം പ്രജാപാലകനായ രാജാവ് കാണിക്കുന്ന അധർമ്മം എന്തു പറയാൻ? ബലിച്ചോറുണ്ട് തടിച്ചു കൊഴുത്ത കാക്കകളെ പോലെ, അഥവാ യജമാനന്റെ ചോറുണ്ട് തടിച്ചു കൊഴുത്ത പട്ടികളെ പോലെ ബ്രഹ്മജ്ഞാനികൾക്ക് രാജാവും വെറും കാവൽക്കാരനാണ്. ബ്രഹ്മജ്ഞാനികൾക്കും ശ്രേഷ്ഠന്മാർക്കും പണ്ഡിതന്മാർക്കും എല്ലാം രാജാവ് വെറും കാവൽക്കാരൻ മാത്രമാണ്. അല്ലാണ്ട് രാജാവ് ഒന്നുമല്ല ബ്രഹ്മജ്ഞാനികൾക്കും ഋഷിമാർക്കും മഹർഷിമാർക്കും. വാതിൽ കാക്കേണ്ടവൻ അകത്ത് കിടന്ന് ഭണ്ഡാരത്തിലിരിക്കുന്നത് രക്ഷിക്കാൻ എന്ത് അധികാരം? ഇരിക്കുന്നത് ഭക്ഷിക്കാൻ രക്ഷിക്കാനല്ല. അപ്പോ കാവൽക്കാരനായി വാതിൽ കാക്കേണ്ടവന് അകത്ത് കിടന്ന് ഭണ്ഡാരത്തിൽ ഇരിക്കുന്നത് ഭക്ഷിക്കാൻ എന്ത് അധികാരം? വഴിവിട്ട് നടക്കുന്ന ഈ ഭരണാധികാരിയെ ഞാൻ വേണ്ട പോലെ ശിക്ഷിക്കുന്നു. എൻ്റെ തപോബലം ലോകം കണ്ടറിയട്ടെ. ഇങ്ങനെ പറഞ്ഞ് രോഷതാമ്രാക്ഷനായിട്ട് ചുമന്ന കണ്ണുകളോടുകൂടി ആ മുനിബാലൻ കൂട്ടുകാരായ കുട്ടികൾ കേട്ടു നിൽക്കവേ ശാപരൂപമായ വാഗ്വജ്രം കെട്ടഴിച്ചു വിട്ടു. ഗവിജാതൻ ശൃംഗി പേരാണ്. ഗവിജാതൻ ശൃംഗി കെട്ടഴിച്ചു വിട്ടു എന്ന് വെച്ചാൽ ശപിച്ചു. പിതാവിനെ പീഡിപ്പിച്ചു അതിന് കടന്ന് പ്രവർത്തിച്ച ആ കുലദ്രോഹി ഇന്നു മുതൽ 7-ാം ദിവസം തക്ഷകൻ കടിച്ചു മരിക്കാൻ ഇടവരട്ടെ എന്നായിരുന്നു ശാപം. ആ ശാപത്തോടുകൂടി നമുക്ക് നിർത്താം. നമുക്കെല്ലാവർക്കും അറിഞ്ഞോ അറിയാതെയോ അച്ഛൻ്റെ അടുത്ത് നിന്നോ അമ്മയുടെ അടുത്ത് നിന്നോ ബന്ധുക്കളുടെ അടുത്ത് നിന്നോ ആചാര്യൻ്റെ അടുത്ത് നിന്നോ എന്തെങ്കിലും ശാപമൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ പര്യവസാനം എന്തുമാകട്ടെ അതിൻ്റെ പ്രായശ്ചിത്തം നമുക്ക് പതുക്കെയെങ്കിലും ചെയ്യാൻ നന്മ നിറഞ്ഞ കർമ്മങ്ങളിലൂടെ വിശക്കുന്നവരെ അനാഥരെ വൃദ്ധരെ രോഗികൾ ഇവർക്ക് നന്മ ചെയ്തിട്ട് അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ശിരസിലോ മനസ്സിലോ നമുക്ക് കേൾക്കേണ്ടി വരുന്ന ആ ശാപത്തിൻ്റെ ദൂഷ്യഫലങ്ങളില്ലാതെയാക്കാൻ ഭാരതമാതാവും ഋഷീശ്വരന്മാരും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രണാമം. നമസ്കാരം.